അടുത്ത നമുക്ക് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ യൂണിഫോം സർക്കുലർ മോഷൻ, അതും ഒരു 2 ഡയമെൻഷൻ മോഷനാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് സർക്കുലർ മോഷൻ. നമുക്കറിയാം, an object moves along the circumference of a circle. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ മോഷൻ. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ ഒബ്ജക്റ്റ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ പറയും. സർക്കുലർ മോഷനിൽ ആവുന്ന ഒബ്ജക്റ്റിന് ലീനിയർ മോഷനിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥകളാണ്. നേർരേഖയിൽ ചലിക്കുന്ന അവസ്ഥയല്ല സർക്കുലർ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ഒരു ഇൻസ്റ്റന്റിൽ ഇവിടെ ഉണ്ടാവും. ഒരു പോയിന്റ് ഉണ്ട്, വിചാരിക്കുക പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എത്തും, അത് ക്യൂവിലെത്തും. അപ്പോൾ ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, എങ്കിലും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. സർക്കുലർ മോഷനിലാകുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിൽ നമുക്കൊരു ലൈൻ വരയ്ക്കുക, അതിന് നമുക്ക് റേഡിയസ് വെക്ടർ ആർ. ഒബ്ജക്റ്റ് പിയിലാവുമ്പോൾ റേഡിയസ് വെക്ടർ ആർ ആണ്. ഒബ്ജക്റ്റ് ക്യൂവിലെത്തുമ്പോൾ റേഡിയസ് വെക്ടർ മാറും, കാരണം അതിന്റെ ഡയറക്ഷൻ മാറും. ഇങ്ങനെ ഈ റേഡിയസ് വെക്ടർ ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കും. ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ അതിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഒബ്ജക്റ്റ് പിയിലാണുള്ളത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യൂവിലെത്തി. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ ഒരു ആംഗിൾ സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ആംഗിളിനാണ് നമ്മൾ വിളിക്കുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. delta theta. So angular displacement is the angle swept by the radius vector. ഇതിപ്പോ ഒരു വൺ കംപ്ലീറ്റ് സർക്കുലേഷൻ, അതായത് ഒബ്ജക്റ്റ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി തിരിച്ച് പിയിൽ തന്നെ എത്തുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ 2π ആയിരിക്കും. 360 ഡിഗ്രി 2π റേഡിയൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഈ ആംഗിൾ ആണ്. ഇതിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഈ സർക്കിളിന്റെ ആക്സിസിലൂടെയാണ്. സർക്കിളിന്റെ ആക്സിസ് ആണ് ഈ വൈറ്റ് ബോർഡിൽ നിന്ന് പുറത്തേക്ക്, സർക്കിളിന്റെ ആക്സിസിലൂടെയാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മള് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അതായത് നമ്മൾ തമ്പ് നമ്മളിങ്ങനെ ഗ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ കേൾഡ് ഫിംഗർ മൂവ്മെന്റ് ഡയറക്ഷനെ കാണിക്കുന്നുണ്ടെങ്കിൽ തമ്പായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. അപ്പം ഒബ്ജക്റ്റ് പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് പോകുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി ബോഡി. ഒബ്ജക്റ്റ് ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇൻ ടു ദി ബോഡി. അല്ലെങ്കിൽ നമുക്ക് അതിന് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആ ഓയിൽ വെച്ചിട്ട് ആക്സിൽ വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂവിന്റെ ടിപ്പ് പുറത്തേക്കാണ് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇനി ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ ടു ദി പ്ലെയിൻ ആയിരിക്കും. സ്ക്രൂവിന്റെ ടിപ്പ് അങ്ങോട്ടാണ് അഡ്വാൻസ് ചെയ്യുന്നത്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അത് സർക്കുലർ മോഷനിൽ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ ആ റേഡിയസ് വെക്ടർ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ,
ഇങ്ങനെ ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാവുമ്പോൾ അതിനൊരു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതായത് ഒബ്ജക്റ്റ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലേക്ക് എത്തി. അപ്പോൾ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് അതിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ആ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെൽറ്റ ആർ, ചേഞ്ച് ഇൻ റേഡിയസ് വെക്ടർ, ഡെൽറ്റ ആർ. നമുക്ക് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാവുമ്പോൾ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഒന്ന് അതിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റും രണ്ടാമത് അതിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ, റേഡിയസ് ആംഗിൾ സെറ്റ് വേണ്ടി റേഡിയസ് വെക്ടർ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ആ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ, ചേഞ്ച് ഇൻ റേഡിയസ് വെക്ടർ. ഒബ്ജക്റ്റ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 2π ആയിരിക്കും, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും, ഡെൽറ്റ ആർ 0 ആയിരിക്കും. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ, അതായത് ഡെൽറ്റ ആറിനെ നമ്മൾ അതിനെടുത്ത സമയം കൊണ്ട്, അതായത് അതിനവിടേക്ക് പിയിൽ നിന്ന് ക്യൂവിലേക്ക് എടുത്ത സമയം ഡെൽറ്റ ടി ആണെങ്കിൽ ഡെൽറ്റ ടി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം നമുക്കതിന്റെ ഈ ലീനിയർ വെലോസിറ്റി ആണ്. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അതേസമയത്ത് ഇത് സ്വീപ്പ് ഔട്ട് ചെയ്ത ആംഗിൾ ആണ് ഡെൽറ്റ തീറ്റ, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ ഡെൽറ്റ തീറ്റയെ നമുക്ക് ആ മൂവ്മെന്റ് എടുത്ത സമയം ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. അത് അതിന്റെ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിന് ലീനിയർ വെലോസിറ്റി ഉണ്ടാവും, ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ആംഗുലാർ വെലോസിറ്റി എന്നാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ലീനിയർ വെലോസിറ്റി. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പിയിൽ തന്നെ എത്തുകയാണെങ്കിൽ അതിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 2π ആയിരിക്കും, 2π. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ അതിന്റെ ടൈം പീരീഡ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റ് പിയിൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പിയിൽ, ടൈം പീരീഡ് ടി. അപ്പം ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒരു സർക്കിളിന്റെ മാക്സിമം ആംഗിൾ 2π, 360 ഡിഗ്രി, 2π by t, the time taken for one moment. നമുക്ക് omega is equal to 2π by t എന്ന്. 2π by ഇത് ആംഗുലാർ വെലോസിറ്റിക്കുള്ള മറ്റൊരു എക്സ്പ്രഷൻ ആണ്. omega is equal to 2π by t. നമുക്കിനി ഈ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി വിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മളൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ സർക്കുലർ മോഷൻ. Where an object starts from P at a time t. After a time delta t, it reaches the point Q, seek out an angle delta theta. And its linear displacement is delta r. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ റേഡിയസ് വെക്ടർ r ആണ്, ഇതിന്റെ ഉണ്ടായ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ആണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആണ്. ഇവിടുന്ന് പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഈ ആർക്ക്, ഇവിടെ ഒരു ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്കിലേക്ക് അത് നമുക്ക് ഡെൽറ്റ എൽ എന്ന് സപ്പോസ് ഡെൽറ്റ എൽ ആർക്കിലേക്ക് ഈ
ഒരവസ്ഥയിൽ ഒരു സർക്കിളിന്റെ ആർക്കും റേഡിയസും അതിന്റെ ആംഗിളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. സർക്കിൾ ഇറ്റ്സ് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ തീറ്റ ഇവിടുത്തെ ആംഗിൾ ഡെൽറ്റ തീറ്റ നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ ആർ എന്നത് റേഡിയസ്. ഓക്കെ, ഈ ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണെങ്കിൽ അതായത് പിയും ക്യൂവും വളരെ ക്ലോസ് ആയിരിക്കും. ഒരു കണ്ടീഷനാണ് if delta theta is small, the delta L is very small. Delta L becomes small. If delta L is small, delta L approximately equal to delta R. കാരണം ഈ ക്യൂ പിന് അടുത്ത് വരുമ്പോൾ ഈ ആർക്കും ഈ സ്ട്രേറ്റ് ലൈനും ഏകദേശം ഒരുപോലെ ഉണ്ടാവും. അപ്പം നമുക്കൊരു കണ്ടീഷൻ എടുക്കാം. ഡെൽറ്റ L approximately equal to delta R if delta theta is small. ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് delta theta equal to, instead of delta L we can write delta R by ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഈ ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം ഡെൽറ്റ തീറ്റ into R equal to delta R. Delta theta into R equal to delta R. ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡെൽറ്റ ടി that is the time taken to reach the object from P to Q. That is delta T. അപ്പോൾ ഡെൽറ്റ ടി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ആവും. ഡെൽറ്റ തീറ്റ into R divided by delta T equals delta R by delta T. That's all right. Delta theta by delta T into R equal to delta R by delta T. What is delta theta by delta T? That is omega. Already delta theta by delta T equal to omega. So equation now this delta theta by delta T is omega into R equal to, what is delta R by delta T? Delta R by delta T നമുക്ക് അതാണ് linear velocity equal to. This is a relation between angular velocity and linear velocity. That is angular velocity into radius equal to linear velocity, or linear velocity equal to angular velocity is equal to linear velocity by R. Omega equal to V by R. That's our final equation. This is a relation between angular velocity and the linear velocity. V equal to R omega. നമുക്ക് ഇവിടെ V equal to R omega ആണ്. V equal to R omega യിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു omega equal to 2 pi by T ആണ്. Omega equal to 2 pi by T. നമുക്ക് 2 pi R by T എന്നെഴുതാം. ഇതൊരു എക്സ്പ്രഷൻ. V equal to 2 pi R by T. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു സർക്കുലർ മോഷനിൽ ഒബ്ജക്റ്റ് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ എങ്ങനെ മൂവ് ചെയ്യുമാണ് സർക്കുലർ മോഷൻ എന്ന്. സർക്കുലർ മോഷനിൽ
ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് യൂണിഫോം വെലോസിറ്റി, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ അത് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ പറയും. യൂണിഫോം സർക്കുലർ മോഷനിലായാലും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ സെൻട്രലിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻട്രലിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. അതിനെ റേഡിയസ് വെക്ടർ എന്ന് വിളിക്കും. ആ റേഡിയസ് വെക്ടർ ഓരോ ഇൻസ്റ്റന്റിലും നീങ്ങിക്കൊണ്ടിരിക്കും, സ്വീപ്പ് ഔട്ട് ചെയ്ത് പോകും. അത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ആംഗിളിലാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കിട്ടും. ഇത് കൂടാതെ അതിന് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ടൈം കൊണ്ട് ഹരിച്ചാൽ ലീനിയർ വെലോസിറ്റി. ഈ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു ആർ ടൈംസ് ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു ആർ ഒമേഗ. ഈ ആംഗുലാർ വെലോസിറ്റിയും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ ഡിറക്ഷനും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അതേ ഡിറക്ഷനാണ്. അതായത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഈ ഓയിൽ വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്കായിരിക്കും അലോങ് ദി ആക്സിസ് ആണ്. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ സർക്കുലാർ മോഷനിൽ ഒബ്ജക്റ്റിന്റെ ലീനിയർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. യൂണിഫോം സർക്കുലാർ മോഷൻ ആംഗുലാർ വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവാം. പക്ഷെങ്കിൽ ഇത് സർക്കുലാർ പാത്ത് ട്രേസ് ചെയ്യുമ്പോൾ അതിന്റെ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്യും. പറയുകയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഈ ഡയറക്ഷൻ, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ അവിടുത്തെ ഡയറക്ഷൻ ഇതായിരിക്കും. ഏത് പോയിന്റിലെയും ഡയറക്ഷൻ കണ്ടുപിടിക്കുക അവിടുത്തെ ടാൻജന്റ് ആയിരിക്കും. വെലോസിറ്റി ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാവുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്യുകയും ഇങ്ങനെ വെലോസിറ്റി ഡയറക്ഷൻ മാറിയാൽ തന്നെ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാവും. കാരണം വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി മീൻസ് അതില് വെക്ടർ ക്വാണ്ടിറ്റിയിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും, ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. ഇവിടെ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയി നിന്നാലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായാൽ കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടായാൽ ഇവിടെ ആക്സലറേഷൻ ഉണ്ടാവും. അതാണ് അവസ്ഥ. Redmi Note 5. ഹലോ, റെഡ്മി നോട്ട് 5 എന്ത് ഡൗട്ട് ചോദിച്ചിരുന്നല്ലോ, ഹാൻഡ് റൈസ് ചെയ്ത്. ഹലോ, വെറുതെ ചെയ്താണ്. ഓക്കെ, അപ്പം ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടായാൽ ആക്സലറേഷൻ ഉണ്ടാവും. അത്തരം ആക്സലറേഷൻ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സർക്കുലർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ്
കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി, അതായത് യൂണിഫോം വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്താലും അതിന്റെ ആക്സലറേഷൻ, അതിന്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അതുകൊണ്ട് അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ centripetal acceleration. Centripetal acceleration means it acts always towards the center of the circle. അതുകൊണ്ടാണ് centripetal. Centripetal acceleration ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. കൂടിയാണ് ഈ ടോപ്പിക്കിലുള്ളത്. യൂണിഫോം സർക്കുലർ മോഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നും ആംഗുലാർ വെലോസിറ്റി എന്താണെന്നും ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാവുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയോട് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റന്റ് ചേഞ്ച് ചെയ്യും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി കൊണ്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷനും നമുക്കൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യും. ഫോർ ദാറ്റ് again we consider an object moves in a uniform circular motion. Uniform circular motion of okay. The object ഒരു ഇൻസ്റ്റന്റില് പോയിന്റ് പിയിലാണുള്ളത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ക്യൂവിലെത്തി. After a time Q. That time it sweep out an angle delta theta or theta. Okay. Sweep out an angle theta. This angular displacement. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് പിയിലാവുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അവിടുത്തെ ടാൻജന്റ് ആയിരിക്കും. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ടാൻജന്റ് നമുക്ക് ഇങ്ങോട്ട് ഒബ്ജക്റ്റ് ക്യൂവിലാവുമ്പോൾ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, അവിടുത്തെ ടാൻജന്റ്. ഈ ടാൻജന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതാവുന്നു. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും ഡെൽറ്റ. ഇത് ഡെൽറ്റ തീറ്റ ആണെങ്കിൽ ഇതും ഡെൽറ്റ തീറ്റ. ഇവിടെ ഈ ട്രയാങ്കിൾ ഒ പി ക്യു, ട്രയാങ്കിൾ ഒ പി ക്യു ഈ ആംഗിൾ ആണ് തീറ്റ. ഇവിടെ ഇത് വെലോസിറ്റി, ഇത് വി ഡാഷ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡെൽറ്റ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇതിനെ നമ്മൾ ഈ വെക്ടർ ഡയഗ്രം ഇവിടേക്ക് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് velocity v, the velocity v dash, with the change in velocity v dash delta, ഈ ആംഗിൾ ഡെൽറ്റ. ഇതൊരു ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ എം എൻ കെ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇത് ട്രയാങ്കിൾ ഒ പി ക്യു. ഈ ട്രയാങ്കിൾ ഒ പി ക്യു ട്രയാങ്കിൾ എം എൻ ക്യു സിമിലർ ട്രയാങ്കിൾ.
സിമിലർ ട്രയാങ്കിൾസ് നമുക്കറിയാം. സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. ട്രയാങ്കിൾ ഇത് ഇവിടേക്ക് മാറ്റി വരച്ചാണ് ഈ ട്രയാങ്കിൾ. അപ്പം ഇവിടെ ഇത് വി, ഇത് വി ഡാഷ്, ഇത് ഡെൽറ്റ വി, ഇത് ആംഗിൾ ഡെൽറ്റ. അപ്പൊ ഇതിന്റെ സൈഡിന് സമാനമായ, അതായത് ഈ സൈഡ് ഇത് റേഡിയസ് വെക്ടർ ആർ, അതായത് അല്ലെങ്കിൽ നമ്മള് പിന്നെ ഈ സൈഡിന്റെ കറക്റ്റ് ചെയ്താണെങ്കിൽ ഒ പി, ഒ പി, ഒ പിക്ക് സമാനമായ ഇവിടുത്തെ സൈഡ് എം എൻ, ഒ പി ബൈ എം എൻ. സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ, രണ്ട് ആംഗിളുകൾ സെയിം ആയി സിമിലർ ട്രയാങ്കിൾ ആയി. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അപ്പം ഒ പി, അതായത് ഈ സൈഡ് ബൈ എം എൻ, ഈ സൈഡ് ഈക്വൽ ടു ഇതിന്റെ ഈ സൈഡ്, അതായത് ഇവിടെ ആണെങ്കിൽ ഡെൽറ്റ തീറ്റ, സോറി ഡെൽറ്റ ആർ, അതായത് സൈഡ് പി ക്യു, divided by this side nk. സർക്കുലർ ഇതിലെ ഈ രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഒ പി ബൈ എം എൻ ഈക്വൽ ടു പി ക്യു ബൈ എൻ കെ. ഇവിടെ ഒ പി വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഒ പിയുടെ വാല്യൂ ആർ, എം എൻ, എം എൻ അത് വി ആണ്. അപ്പം ഈക്വൽസ് പി ക്യു, പി ക്യൂയുടെ വാല്യൂ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഡെൽറ്റ, അതായത് അതിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ എൻ കെ. എൻ കെ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടേക്കുള്ളത് ഈ സൈഡ്, അതായത് ഡെൽറ്റ ബി, ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും ആർ ബൈ ബി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ബി. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ സമവാക്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക ആർ ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽസ് v into delta, sorry, r into delta v equals v into delta r. ഈ ഇക്വേഷൻ ത്രൂഔട്ട് നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ആർ ഇൻറ്റു ഡെൽറ്റ വി by delta t equals v into delta r by delta t. ഇവിടെ delta v by delta t, delta v change in velocity by time, change in time, that is acceleration, that is r into a equals v into delta r by delta t. Delta r displacement ആണ്, linear displacement by t. അപ്പോൾ ഡെൽറ്റ ആറിൻ്റെ എന്ന് പറയുന്നത് അത് വി തന്നെയാണ്. അപ്പം വി ഇൻറ്റു വി ഇൻറ്റു വി ഇസ് 2v, sorry, v square, v into v square. So r a equal to v into v is a equal to v square by r, v square by r. This is the acceleration, centripetal acceleration. Centripetal acceleration expression of it is a equal to v square by r. അധികവും പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണിത്. What is the expression for what is derive an expression for centripetal acceleration? അപ്പൊ എന്താണ് centripetal acceleration നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാവുമ്പോൾ, യൂണിഫോം സർക്കുലർ മോഷനിലാവുമ്പോൾ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ആക്സിലറേഷൻ. അതിന്റെ എക്സ്പ്രഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ a equal to v square by r ആണ്, where v is the linear velocity, r is the radius. Equal to v square by
ഇതിന്റെ ഡയറക്ഷൻ ഇവിടെ ഇപ്പം ഡെൽറ്റ തീറ്റ സ്മോൾ ആയി വരുമ്പോൾ ഈ വാല്യൂ കുറഞ്ഞു വരും. അപ്പം ഡെൽറ്റ തീറ്റ സ്മോൾ ആകുമ്പോൾ ഡെൽറ്റ വിയും വി ഡാഷ് അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ഇതും കുറഞ്ഞു വരും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ മോർ ടുവേർഡ്സ് ദി സെന്റർ ആണ്. അപ്പം ഓരോ ഇൻസ്റ്റന്റിലും ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെന്റർ ആണ്. സർക്കുലർ മോഷനിലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി the expression centripetal acceleration A equal to v square by r square by r. ഇവിടെ നമുക്ക് ഇനിയും ഇതിന് വേറെ എക്സ്പ്രഷൻസ് ഉണ്ടാകാം. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു v equal to r omega ആണ്. v equal to r omega. അപ്പോൾ അത് ഇവിടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ centripetal acceleration A equal to നമുക്ക് എന്ത് ചെയ്യാം v square ആണല്ലോ. v square എന്നത് r square omega square by r r cancel ചെയ്യും. r omega square r square. Centripetal acceleration എന്ന വേറെ എക്സ്പ്രഷൻ ആണ് r omega square. ഇനി വേണമെങ്കിൽ നമുക്ക് ഒമേഗയ്ക്ക് 2π/t എന്ന് കൊടുക്കാം. 2π/t. അപ്പം r 4π square by t square എന്നുള്ള എക്സ്പ്രഷൻ. അതും എന്തിന്റെ എക്സ്പ്രഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എക്സ്പ്രഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷന് വ്യത്യസ്ത രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ടാക്കാം. ഈ എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചെടുക്കണം. ന്യൂമറിക്കൽ പ്രോബ്ലം ഇതിലെ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാകാറ്. ഇത്രയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിൽ വരാൻ സാധ്യതയുള്ള ന്യൂമറിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അതേപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സർക്കുലർ റിജിഡ് ബോഡി ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം മോഷനിന്റെ പ്ലെയിൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ റിജിഡ് ബോഡി ഡൈനാമിക്സിലേക്ക് ചാപ്റ്റർ 7 പൊട്ടൻഷ്യൽ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവും.